നിങ്ങൾ ഏകാധിപതികളാണോ? എന്നാൽ ജ്ഞാനികളായ പൂജരാജാക്കന്മാർ അങ്ങനെയല്ലായിരുന്നു. അവർ ഏകാധിപതികളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജെറുസലേം വരെ അവർ എത്തുമായിരുന്നില്ല. അവരുടെ അധ്വാനത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമാണ് ബെത്ലഹേമിലേക്കുള്ള അവരുടെ യാത്ര. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നീയും ഞാനുമൊക്കെ നമ്മളൊക്കെ ഏകാധിപതികളായി മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. ഞാനൊരു ഏകാധിപതിയായി മാറിയാൽ അത് വലിയ പ്രശ്നമായി മാറും. പിന്നെ എനിക്ക് ആരെയും തിരിച്ചറിയാൻ സാധിക്കാതെ പോകും. എന്നോളം കഴിവുള്ള വേറൊരു മനുഷ്യന് ഈ ലോകത്തില്ലെന്ന് ചിന്തിച്ചു പോയേക്കാം. എൻ്റെ ഭാര്യയിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, മറ്റു മനുഷ്യരിലുള്ള കഴിവുകൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകും. ഞാൻ പറയുന്നതാണ് വാക്യം. പൂജരാജാക്കന്മാരെ പോലെ ഏകാധിപതികളാകാതെ ജ്ഞാനികളായ രാജാക്കന്മാരായി ക്രിസ്തുവിനെ തേടി ബെത്ലഹേമിലേക്ക് യാത്രയാകാം, രക്ഷകനെ തേടി. ആ യാത്രയ്ക്കൊടുവിൽ കണ്ടെത്തുന്ന തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടും വിനയത്തോടും കൂടി വണങ്ങാം. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു ഏകാധിപതിയാകാതെ തമ്പുരാനെ തേടി വരുന്ന ജ്ഞാനികളായ പൂജരാജകന്മാരെ നമുക്ക് മാറാം. തമ്പുരാനെ കണ്ടെത്തി കഴിയുമ്പോൾ വിനയത്തോടും എളിമയോടും ആദരവോടും കൂടി അവനെ വണങ്ങാം. അവനിലെ നന്മയെ കണ്ടെത്തി കഴിയുമ്പോൾ അവനെ ബഹുമാനിക്കാം, പ്രോത്സാഹിപ്പിക്കാം, അവന് വേണ്ടി പ്രാർത്ഥിക്കാം, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. നല്ല പൂജരാജാക്കന്മാരെ നമുക്ക് മാറാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.